വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം. സ്വർഗത്തിലെ സിംഹാസനം. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ ആദ്യം എന്നോട് സംസാരിച്ച് കേട്ട ശബ്ദം, ഇവിടെ കയറി വരിക, ഇനി സംഭവിപ്പാൻ ഉള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞു. ഉടനെ ഞാൻ ആത്മാവിലായി, ഇതാ സ്വർഗത്തിൽ ഒരു സിംഹാസനം, അതിലൊരാൾ ഇരിക്കുന്നു. സിംഹാസനസ്ഥൻ കാഴ്ചയിൽ സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശനായി കാണപ്പെട്ടു. സിംഹാസനത്തിനു ചുറ്റുമായി കാഴ്ചയ്ക്ക് മരതക തുല്യമായ ഒരു മഴവില്ല്. സിംഹാസനത്തിനു ചുറ്റും വേറെ 24 സിംഹാസനങ്ങൾ. അവയിൽ 24 മൂപ്പന്മാർ ഇരിക്കുന്നു. അവർ വെള്ളവസ്ത്രം ധരിച്ചവർ. അവരുടെ തലയിൽ പൊൻകിരീടം. മിന്നൽ പിണരുകളും നാദവും ഇടിമുഴക്കവും സിംഹാസനത്തിൽ നിന്നും പുറപ്പെട്ടു. ദൈവത്തിന്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിനു മുന്നിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. സിംഹാസനത്തിനു മുമ്പിൽ പളുങ്കിനു തുല്യമായ ഒരു സ്ഫടിക സമുദ്രം. സിംഹാസനത്തിന്റെ നടുവിലും ചുറ്റിലുമായി 4 ജീവികൾ. അവയ്ക്ക് മുമ്പിലും പിൻപിലും നിറയെ കണ്ണുകൾ. ഒന്നാമത്തെ ജീവി സിംഹാസനത്തിന് സദൃശം, രണ്ടാമത്തേത് കാളയെപ്പോലെ, മൂന്നാമത്തേത് മനുഷ്യനെപ്പോലെ മുഖമുള്ളത്, നാലാമത്തേത് പറക്കുന്ന കഴുകനോട് സദൃശ്യം. 4 ജീവികളിൽ ഓരോന്നിനും 6 ചിറകും ചുറ്റിലും അകത്തും നിറയെ കണ്ണുകളുമുണ്ട്. അവ രാപകൽ ഇടവിടാതെ ആയിരുന്നവനും ആയിരിക്കുന്നവനും വരുന്നവനുമായ സർവശക്തിയുള്ള ദൈവമായ കർത്താവ്, പരിശുദ്ധൻ 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 എന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായി സിംഹാസനത്തിൽ ഇരിക്കുന്നവന് ആ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും അർപ്പിക്കുമ്പോഴെല്ലാം 24 മൂപ്പന്മാരും സിംഹാസനത്തിന്റെ മുന്നിൽ വീണ് എന്നേക്കും ജീവിക്കുന്നവനെ നമസ്കരിച്ച്, ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, അങ്ങ് മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ. എന്തെന്നാൽ അങ്ങ് സകലത്തെയും സൃഷ്ടിച്ചു, അവിടുത്തെ ഇഷ്ടത്താൽ അവ ഉത്ഭവിക്കുകയും സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിൽ ഇടും.